ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു തൻഷിക് വേൾഡ്. ഇന്ന് വന്നിരിക്കുന്നത് ഒരു ഡിസേർട്ടിൻ്റെ റെസിപ്പി ആയിട്ടാണ്. വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന ഈ ഒരു ഡിസേർട്ട് എങ്ങനെയാണ് തയ്യാറാക്കിയിരിക്കുന്നതെന്ന് കണ്ടു നോക്കിയാലോ. ഇതിനായിട്ട് ഞാനിവിടെ ബന്നാണ് എടുത്തിട്ടുള്ളത്. ഞാനിവിടെ ബർഗർ ബണ്ണാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ ഏത് ടൈപ്പിലുള്ള ബണ്ണാണെങ്കിലും നമുക്കിതിനായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ആദ്യം തന്നെ ഇതിങ്ങനെ രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ആവശ്യമായിട്ടുള്ളത് പാലാണ്. ഞാനിവിടെ ഇളം ചൂടുള്ള പാലെടുത്തിട്ടുണ്ട്. ഏകദേശം 1 കപ്പോളം പാലെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. പഞ്ചസാര ഈ ഒരു സ്റ്റേജിൽ ചേർക്കണമെന്ന് നിർബന്ധമില്ല. ഡിസേർട്ടിന് നല്ല മധുരം വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റേജിൽ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അതല്ല എന്നാണെങ്കിൽ ഈ ഒരു സമയത്ത് പഞ്ചസാര ചേർത്ത് കൊടുക്കണം നിർബന്ധമില്ല. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തിട്ട് നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബന്നിൻ്റെ ഓരോ പീസസും നമുക്ക് ഈ ഒരു പാലിലൊന്ന് മുക്കിയെടുക്കണം. അപ്പോൾ സൂക്ഷിച്ച് മാത്രം മുക്കിയെടുക്കണം, കാരണം ഒത്തിരി അങ്ങ് മുങ്ങിപ്പോയാൽ നമ്മുടെ ബന്ന് മുറിഞ്ഞു പോകും. എനിക്കിവിടെ അത്യാവശ്യം ഇതൊരു കട്ടിയുള്ള ഒരു ടൈപ്പ് ബന്നാണ്, അതുകൊണ്ട് പെട്ടെന്നൊന്നും അങ്ങനെ മുറിഞ്ഞു പോയില്ല. നിങ്ങളുടെ കയ്യിലുള്ളത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബന്നാണെങ്കിൽ അധികം മുക്കിയെടുക്കണ്ട, മുറിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഇതുപോലെ എല്ലാം ഒന്ന് നല്ലതുപോലെ പാലിലൊന്ന് മുക്കിയെടുക്കണം. അതിനുശേഷം ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഒപ്പം തന്നെ ഞാനിതിലേക്ക് ഒരു ചെറിയ കഷ്ണം ബട്ടർ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഈ ഷുഗർ നമുക്കൊന്ന് കാരമലൈസ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ അതോടൊപ്പം തന്നെ കുറച്ച് ബട്ടർ കൂടി ഇതുപോലെ ചേർക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇനി നമുക്ക് ഈ ഷുഗർ ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നല്ലതുപോലെ ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കണം. നല്ല സ്മെല്ലുണ്ടാവും ഇതുപോലെ ബട്ടർ ചേർത്തതിന് ശേഷം ഷുഗർ കാരമലൈസ് ചെയ്തെടുക്കുമ്പം. അങ്ങനെ ഇതിപ്പോൾ ഇവിടെ നല്ലതുപോലെ കാരമലൈസായി വന്നിട്ടുണ്ട്. ഇനി ഒന്നുകൂടി ഒന്ന് ലൂസായിട്ട് വരണം, അതുവരേക്കും ഒന്നുകൂടി ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് കണ്ടല്ലോ, ഈ ഒരു പരുവത്തിലാണ് നമുക്ക് കിട്ടേണ്ടത്. ഇതുപോലെ ആയി വന്നാൽ നമുക്കിനി ഇതിലേക്ക് നമ്മൾ നേരത്തെ പാലിൽ മുക്കി വെച്ചിരിക്കുന്ന ബന്നുണ്ടല്ലോ, അത് നമുക്ക് ഇതിലോട്ട് വെച്ച് കൊടുക്കാം. ഈ ഒരു ഡിസേർട്ടിന് നമുക്ക് വേണമെങ്കിൽ ബ്രെഡും എടുക്കാവുന്നതാണ്. ഇനി ഇത് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്നിങ്ങനെ നല്ലതുപോലെ ഒന്നിങ്ങനെ ഫ്രൈ ചെയ്തെടുക്കണം. ഫ്ലെയിം അധികം കൂട്ടി വെക്കരുത്, ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇതുപോലെ ചെയ്തെടുക്കാനായിട്ട്. അങ്ങനെ നല്ലതുപോലെ തന്നെ കോട്ടായി കിട്ടിയിട്ടുണ്ട്, നല്ല സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് പ്ലേറ്റിലോട്ട് മാറ്റി വെക്കാം. അങ്ങനെ നമ്മുടെ ഈസി ആൻഡ് യമ്മി ആയിട്ടുള്ള ഡിസേർട്ട് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഞാൻ കുറച്ച് വനില ഐസ്ക്രീം വെച്ച് കൊടുക്കുകയാണ്. ഇതുപോലെ ചൂടോട് കൂടിയിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് വനില ഐസ്ക്രീം വെച്ച് കൊടുക്കുമ്പോൾ നല്ലതുപോലെ മെൽറ്റായിട്ട് വരും. അപ്പോൾ കഴിക്കാനും നല്ല ടേസ്റ്റായിരിക്കും. ഐസ്ക്രീം കൂട്ടിയിട്ട് അങ്ങനെ കഴിക്കുമ്പോണ്ടല്ലോ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇതിങ്ങനെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്കൊന്ന് കഴിച്ച് നോക്കാൻ തോന്നില്ലേ? അത്രയ്ക്ക് ടേസ്റ്റാണ് കേട്ടോ. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും. നല്ല ഈസി ആയിട്ടുള്ള റെസിപ്പിയല്ലേ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻസായിട്ട് അറിയിക്കാൻ ആരും മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം.